ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ ഹംദു പ്രോ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഗായ്സ് മൈൻക്രാഫ്റ്റ് ബേറ്റ എഡിഷൻ പാർട്ട് 2 ആണ്. അപ്പോൾ ഗായ്സ് വീഡിയോ കാണുന്നതിന് മുമ്പ് എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് തുടങ്ങാം. ഗായ്സ് സൗണ്ട് എല്ലാവർക്കും കേൾക്കുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ പാർട്ട് 2 വീഡിയോ ആണിത്. ഗായ്സ് നമ്മൾ ലാസ്റ്റ് ഇവിടെ വെച്ചിട്ട് നിർത്തി. ഗായ്സ് ഇവിടെ റെയിൻ വന്നിട്ടുണ്ട്. ഗായ്സ് നമ്മൾ പെരുന്ന ആർക്കും അല്ലെങ്കിൽ ഇവിടെ 3 ബെഡും കാര്യങ്ങളുള്ളതാണ്. ഗായ്സ് നമുക്ക് ഹെൽത്ത് കുറവാണ്. നമുക്ക് ആദ്യം എന്തെങ്കിലും തിന്നാം. ഗായ്സ് ഷീപ്പിനെ നോക്കുന്നൊക്കെ ഷീപ്പിട്ട് ഇറച്ചുമ്പോൾ പ്ലസ് ഉണ്ടോ? നമുക്കിനി പെട്ടിങ് ഓരോന്ന് കുറേ സാധനങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. ചെസ്റ്റിൽ ഓരോ ചെസ്റ്റ് നമുക്ക് ഈ ഒരു ചെസ്റ്റ് പറയുന്ന ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ഫുഡും കാര്യങ്ങളും ആപ്പിള്, മത്തന്, പിന്നെ മഷ്റൂം, ഷുഗർ ക്യാൻസ്, പിന്നെ ക്യാരറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ വെക്കാം. ഇതെന്താ അറിയില്ല. ഇത് നമുക്ക് വേറെ ചെസ്റ്റിലൊക്കെ ഫുഡും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കട്ടെ. പക്ഷെ നമുക്ക് നമ്മുടെ അടുത്ത് കുറേ സീഡുണ്ട്. നമുക്ക് സീഡ് എന്തിനും ഉപയോഗിച്ചറിയില്ല. ഗായ്സ് നമുക്ക് ആകെ മഴയാണ്. അങ്ങനെ രാവിലെ രാത്രി എങ്ങനെ മനസ്സിലാവും അറിയില്ല. ഗായ്സ് നമുക്ക് ഇവിടെ എന്തെങ്കിലും സീഡ്സ് അറിയണം. നമുക്ക് ഇവിടെ കുഴിച്ചിടാൻ തോന്നുന്നു. ലെതർ വേണോ? നമുക്കത് വില്ലേജറിന് കൊടുക്കാൻ വെക്കും. നോക്കാം. ഗായ്സ് വില്ലേജർ എടുത്തു. വില്ലേജർ അങ്ങനത്തെ സാധനങ്ങൾ എടുക്കും. ഗായ്സ് നമ്മൾ സീഡ് കൊടുത്തപ്പോൾ വില്ലേജറിന് ഗ്രോ ചെയ്യുന്നുണ്ട്. അവിടെ നമുക്കിതിൽ ഈ ഒരു വുഡുകൾ കൂടി ഉണ്ടാക്കാം. ഇത് പറഞ്ഞാൽ മറ്റേന് ഉപയോഗിക്കുന്ന തോന്നുന്നു. നമുക്ക് ഇവിടെ ഉപയോഗിച്ചാൽ നമ്മൾ ഉപയോഗിച്ചു. സീഡ് ഇവിടെ ഉപയോഗിച്ചിടാം. നമുക്ക് ഫുള്ള് ഇവിടെ കുഴിച്ചിടാം. ഇത് വളർന്നോളി. ഞാൻ അവിടെ നിന്നൊക്കെ കുറേ എടുത്തിരുന്നു. അത് അവിടെയൊക്കെ നമുക്ക് കുഴിച്ചിടാണ്ട് നമ്മൾ എടുത്ത് പോയി പൊടി പോവാം. നമ്മളടുത്ത് ഇങ്ങനെ 43 സീഡ്സ് ഉണ്ട്. ഗൈസ് ഇവിടെ നല്ല മഴയാണ്. എന്തോ സാധനം എന്നറിയില്ല. എന്തൊരു സാധനമാണ് നമുക്ക് ഇങ്ങനെ ആക്കുമ്പോൾ. എന്തൊരു സാധനത്തിൻ്റെ സീഡ് പോയി. ഇപ്പോൾ സീഡ്സ് മൊത്തം ഉപയോഗിച്ചേക്കുക. എന്താ അറിയില്ല. ജസ്റ്റ് ഒരു ചെറിയൊരു ലാഗ് ഉണ്ടാവും. ഗൈസ് അവിടെ തലക്ക ലാവുണ്ട്. നമുക്ക് പൊറോട്ട ടെസ്റ്റ് എടുക്കാം. നമ്മളെ ടെസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് തിന്നാൽ മതി. നമ്മളടുത്ത് ഗൈസ് നമ്മുടെ സ്വാഡില്ല. നമുക്ക് ഇതുകൊണ്ട് കൊല്ലാൻ വെക്കും. നോക്കാം. വെക്കും ഗൈസ്. പക്ഷേ ഞാൻ ഈ വീഡിയോയിൽ സെർച്ച് ചെയ്തപ്പോൾ ഈ ഒരു ഫ്ലവർ കൊണ്ട് നമുക്ക് കളർ ഉണ്ടാക്കാമെന്ന് പറയുന്നുണ്ട്.
ഓക്കെ, നമുക്ക് എല്ലാ ഫ്ലവറും എടുത്ത് കാണാം, നമുക്ക് കളറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം. ഫ്ലവറൊക്കെ എടുക്കാം. എന്നാലും ഗൈസ് നിങ്ങൾക്ക് ഈ ഒരു സാധനത്തിൻ്റെ പേരെന്താ ആരെങ്കിലും ഒന്ന് പറയണം. നമുക്കിതിപ്പോൾ അതാ ഇതല്ലല്ലോ, നമ്മൾ വേറെന്തൊരു സാധനം വരച്ചില്ല, അതെടുക്കട്ടെ. അയ്യോ ഗൈസ്, ചെറിയൊരു കഫ് കട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇതിൻ്റെ പേരെന്താ അറിയണമെന്ന് പറയണം. ഇതിപ്പോൾ നമുക്ക് എന്തെങ്കിലും ഗൈസ് നമുക്ക് ഇതിൽ ഫ്ലവർ കുഴിച്ചിടാം. എന്ത് കിട്ടി? ഗൈസ് അത് വില്ലേജർ എടുത്തു. ഗൈസ് നമുക്ക് എല്ലാ ഫ്ലവർ കുഴിച്ചിട്ട് നോക്കാം. വില്ലേജർ ഒന്ന് മാറിക്കൂ. ഫ്ലവർ മൊത്തം കുഴിച്ചിട്ട് നോക്കാം. ഗൈസ് വില്ലേജർ അപ്പം എടുത്ത് വരികയാണ്. എന്തോ ഒരു സാധനം ഉണ്ട്, നമുക്ക് എടുക്കണം വേണം. വസ്തു കിട്ടില്ല. ഗൈസ് കിട്ടി. നമുക്ക് ഇത് കൂടി കുഴിച്ചിടാം. ഇതെന്താണ്? ബോൺമീൽ ഇറങ്ങാട്ട് എന്തൊരു സാധനമാണ്. ഗൈസ് ഈ പ്ലാന്റ് വളർന്നു. ഗൈസ് സീഡ് പോയി. ഇത് ഗൈസ് ഇതെന്താ അറിയില്ല, ഇതൊന്നും എങ്ങനെ ഉപയോഗിച്ചാന്ന് അറിയില്ല. ഇതൊന്നും നോക്കും. ഗൈസ് ബോൺമീൽ അറിയണ നമ്മൾ ഈ ചെടികളൊക്കെ വേഗം വലുതാക്കാനാണ് ഉപയോഗിച്ചത്. ഗൈസൊക്കെ ഷീപ്പിനോ ഗൈസ് രാത്രി ഉണ്ട്, നമുക്ക് വേഗം ഹൗസ് പോവാം. ഷീപ്പ് എക്സ്പി ഗൈസ് നമുക്ക് വേഗം വീട്ടിൽ പോവാം. രാത്രി ആയിക്കോളും. രാത്രി ആകുമ്പോൾ ചെറിയ ഇഷ്ടമുണ്ട്. വേഗം വരേക്കുക. അടുത്ത ബെഡിൽ നിൽക്കുക. മഴ എപ്പോഴും കഴിഞ്ഞിട്ടില്ല, മഴ എപ്പോഴും ഉണ്ട്. അപ്പോൾ ഗായ്സ് നമ്മളിവിടെ കുറേ ഇതേപോലത്തെ സാധനം കുഴിച്ചിട്ടിരിക്കണം. ഇപ്പോഴതിന് ഉപകാരം എന്താ മനസ്സിലാവുന്നത്. ഇത് കുഴിച്ചിട്ടാൽ ഇതേപോലെ വലിയ മരമായിട്ട് വരും. എന്നിട്ട് നമുക്കിതാ ഇത് പിന്നെയും നമുക്കിത് ഇങ്ങനെ എടുക്കുക. എന്നിട്ട് ഇതുമ്പോൾ മറ്റേ സാധനം കിട്ടും. പിന്നെ നമുക്ക് എടുക്കുക, കുഴിച്ചിടാം. അങ്ങനെ ഗായ്സ് ഇതിൻ്റെ ഉപയോഗം. ഇത് ഫുള്ള് എടുക്കുക. നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞാൽ ഗൈസ് നമ്മൾ മറ്റേ സാധനം പോയി. അപ്പോൾ ഗൈസ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിരിക്കുന്നത് നമുക്കൊന്ന് എന്തെങ്കിലും പ്രത്യേകിച്ച് കാണണമല്ലോ. അപ്പോൾ ഗൈസ് നമുക്ക് റെയിൻ മാറ്റി എന്തെങ്കിലും ചെയ്യണം. ഗൈസ് നമുക്ക് റെയിൻ മാറണില്ല. ഗൈസ് റെയിൻ മാറിയോ? ഇല്ല, സൗണ്ടാണ്. അപ്പോൾ ഗൈസ് നമുക്കിപ്പോൾ ഇത് ഫുള്ള് എടുക്കാം. ഞാൻ നമ്മൾ കുറേ ഗുഹയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ അടിയിൽ പോയാൽ എന്താ ഇപ്പോൾ പറയുക, കുറേ അയണും ബാക്കിയുള്ള എന്തൊക്കെ ഉണ്ട്. ഡയമണ്ട് കിട്ടും, എന്താണ് എമറാൾഡ് കിട്ടും, അങ്ങനെയൊക്കെ കുറേ പറയുന്നുണ്ട്. ഗൈസ് നമുക്കൊരു ടേബിൾ വേണം നമുക്ക് കൈ പിടിച്ചാനായിട്ട്. പിന്നെ ഒരു സ്വാഡ് പിന്നെ പ്രത്യേകം ഒന്നും വടി ഉണ്ടാകട്ടെ. സ്വാഡ് നമുക്ക് ഇത് വാങ്ങാം. ഇത് പിന്നെ ഡാമേജ് ഉണ്ട്. ഗൈസ് നമുക്കിപ്പോൾ തൽക്കാലം എത്ര മതി തോന്നുന്നു. ഗൈസ് നമുക്കൊരു ചെസ്റ്റ് ഉണ്ടാക്കാം. ചെസ്റ്റ് ഇവിടെ ഇരിക്കട്ടെ. ഈ ഗൈസ് ഞാൻ ചെസ്റ്റ് അതേ സ്ഥലത്ത് തന്നെ വെച്ചപ്പോൾ ഇത് വലിയ ചെസ്റ്റായി. ഇത് ഗൈസ് നമുക്കിത് വേറെ എവിടെയെങ്കിലും വെക്കാം. ഇത് നമുക്ക് ഇവിടെ വെക്കാം. ഇതിൽ ഗൈസ് നമുക്ക് ഇതേപോലത്തെ സാധനങ്ങളുണ്ട്. ഇതിൽ ഡയമണ്ടും കാര്യങ്ങളൊക്കെ. അയണ് ഗൈസ് ഇങ്ങനെയല്ല. അയണ് ഇവിടെ എന്തൊക്കെ ഒന്ന് വെക്കാണ്ട് ഇത് വെച്ചുകൊണ്ട് അയൺ ഇങ്ങോട്ട് എന്താ പറയുന്ന സാധനം കിട്ടും. അതിന് ഫ്യൂല് വേണം. ഗൈസ് ഞാൻ പറഞ്ഞത് നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ അണ്ടർഗ്രൗണ്ട് ആകാശത്തുനിന്ന് ഓരോന്ന് ചാടി തുടങ്ങി. ഇത് ഗൈസ് നമുക്ക് ഓരോ സ്ഥലത്ത് പോയിച്ചിടാം. ഒന്ന് ഇവിടെ, ഒന്ന് ഇവിടെ. നമുക്ക് പോവാ. ഷീപ്പ് നമ്മളെ പുതിയ കത്തി. ഗൈസ് ഒരൊറ്റ വട്ടി ഇത് ചത്തു.
ചിക്കൻ എടുക്കാം. നമ്മൾ കുറേ ദിവസം ചിക്കൻ കണ്ടിട്ട് അത്യാവശ്യം നമുക്ക് ചിക്കൻ കിട്ടി. നമുക്ക് ചിക്കൻ ഫുൾ എടുക്കാം. 3 ചിക്കനായി. എന്തോ അതിൻ്റെ ചൊറുക്ക് നോക്ക്. ഇപ്പം ഞാൻ മുറിച്ചൂല. ഏതാ സീന്. നമുക്കിങ്ങനെ നല്ലൊരു സ്ഥലത്താണ് നമുക്കൊരു വില്ലേജ് കിട്ടിയിരിക്കണ്. അയ്യോ ചാടി ചാവോ. നമ്മളെ ഹെൽത്ത് ഫുള്ളും പോയി. ഇത് തിന്നാൽ ചിക്കൻ ഉണ്ടല്ലോ. ശേഷം നമ്മൾ പള്ളറിഞ്ഞു. നമുക്ക് ഇങ്ങനെ ഓടാണ്ട് പോവാം. ഗൈസ് അത് പിന്നെ ഒന്ന് കിട്ടി. വടി ഇതവിടെ ഒന്നോ നിൽക്കണ്ടേ, നമുക്ക് എടുക്കാം. ഗൈസ് നമുക്ക് തലക്കാലം ഇവിടെ തന്നെ കുഴിച്ചിടാം. ഗൈസ് നമുക്ക് ഈ വില്ലേജർമെൻ്റ് എന്തൊക്കെ ട്രേഡ് അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവർക്കിപ്പോൾ എന്തോരു സാധനം ഇതാ, ഇത് പേപ്പറാ അറിയില്ല. പേപ്പർ എടുത്താൽ 1 എംബ്രാൾഡ് കിട്ടും എന്നറിയുന്നുണ്ട്. ഇവർക്ക് 15 എംബ്രാൾഡും ഒരു ബുക്കും കൊടുത്താൽ അതെന്താ എൻചാൻറ്റഡ് ബുക്ക് ഇറങ്ങാണ്ട് എന്തോ ഐറ്റം ബുക്ക് ഇത് കിട്ടും എന്നറിയുന്നുണ്ട്. ഗൈസ് നമ്മളെടുത്ത് എംബ്രാൾഡ് ഇല്ല. എംബ്രാൾഡ് നമ്മൾ മൈൻ ചെയ്ത് കണ്ട് എടുക്കണം. അപ്പോൾ ഗൈസ് അതിൻ്റെ മുമ്പ് ഇവിടെ കുറേ വില്ലേജ് ഉണ്ട്. അതിനൊക്കെ നമുക്ക് അരിച്ച് പുറത്ത് കണ്ട് എന്തെങ്കിലും കിട്ടുമോ നോക്കാം. നമ്മൾ ഈ വില്ലേജിലേക്ക് വന്നിട്ടുള്ളൂ, മൊത്തം ചുറ്റി കറങ്ങിയിട്ടൊന്നുമില്ല. ഗൈസ് ഇവിടെ ഇവിടെ ഒരു സീഡ് കാണും. ഗൈസ് ഒരു വലിയ പെരിയാണ്. അതിൻ്റെ ആ ഫ്ലവർ ഗൈസ് എന്തോ ഒരു ബ്ലാസ്റ്റ് ഫേണസ് ആണ്. ആ കാർഡ് ഇരുന്നോട്ടെ. അതൊക്കെ നമുക്ക് ഇവിടെ ഇങ്ങോട്ട് വന്ന് കണ്ട് ചെയ്യാം. ഗൈസ് ഇതങ്ങോട്ട് ഗൈസ് ടണ്ടർക്ക് ഗൈസ് സോംബി ക്രീപ്പറാണ്. ഇവിടെയാണ് ഗൈസ് സോംബി കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. നമുക്ക് ഫ്ലവർ മൊത്തം എടുക്കാം ബോൺ മീലിന് വേണ്ടിയിട്ട്. ബോൺ മീൽ നമ്മൾ യൂസ് ചെയ്യുന്നില്ല, ഒക്കെ എടുത്ത് വെക്കണം. ഗൈസ് അവിടെ ഒരു ഗൈസ് കോളുണ്ട്. ക്രീപ്പറായ സുഖല്ലേ. ഗൈസ്ക്ക് നാളെ സീഡ് കിട്ടിങ്ങാണ്ട് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. സീഡ് എങ്ങനെ കിട്ടുക പറഞ്ഞാൽ ഇതാ നമ്മൾ ഈ ഒരു ചെറിയ ചെറിയ പുല്ല് ഇങ്ങനെ എടുക്കുമ്പോഴാണ്. നമ്മളിങ്ങനെ എടുത്ത് കുറേ ഇങ്ങനെ നോക്കുക. നമ്മളിങ്ങനെ ഓരോ സീഡും കാര്യങ്ങളും കിട്ടും. ഈ സമയത്ത് ഇപ്പോൾ ഫ്ലവർ ഉണ്ട്. സീഡ് ഇപ്പോൾ 3 എണ്ണമായി. സീഡ് ഇപ്പോൾ നമ്മളെടുത്ത് 5 സീഡായിട്ടുണ്ട് ഗൈസ്. നമുക്ക് 5 സീഡ് ഇവിടെ കുഴിച്ചിടാം. ഇവിടെ വേണ്ട പോയി പിന്നെ ബോൺ മീല് വില്ലേജർ കുറച്ച് മാറി തരൂ. ഫുള്ള് കുഴിച്ചിടാം. ക്യാറ്റ് ഗൈസ്. ക്യാറ്റ് നമ്മൾ കണ്ട് മണ്ടാണ്. നമുക്ക് ഇവിടുത്തെ എല്ലാ വില്ലേജിൽ നിന്ന് അരിച്ചിട്ട് ഗൈസ് അവിടെ ലീഡർ കൊണ്ടൊന്നും സാധനം കിട്ടി ഗൈസ്. ഇതൊക്കെ നമുക്ക് എടുത്തേക്കാം. അതൊക്കെ വലിയ വലിയ സാധനങ്ങളാണ്. ഇത് ഗൈസ് ഇതൊരു വലിയ പെര ഗൈസ്. ജസ്റ്റ് ഇതൊരു ആപ്പിൾ ഗൈസ്. ആപ്പിൾ ഫുൾ കൊടുക്കുക. പിന്നെ ഇതെന്താ ബ്രെഡ് ഫുൾ കൊടുക്കുക. പൊട്ടാറ്റോ ഫുൾ കൊടുക്കുക. ഇതൊക്കെ ഗൈസ് നമുക്ക് മറ്റേലിടണം. ഗൈസ് നമുക്ക് ഈ പെര എടുക്കണമെന്നുണ്ട്, പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച അത്രയൊന്നും വലിപ്പമില്ല ഗൈസ്. അതേപോലത്തെ വേറെ പെര, ഇതേപോലത്തെ കുറേ പെര ഉണ്ടല്ലോ ഇവിടെ. 1 പിന്നെ അവിടെ അതെ 2 പേരുള്ളല്ലേ.
2 പേരിൽ കൂടുതൽ വരുന്നത് ആ ലൈബ്രറിൻ്റെ സാധനങ്ങളാണ്. നമ്മളെ ഹെൽത്ത് കൊടുത്തിട്ടുണ്ടാവും. ഇവിടെ മറ്റേ സ്റ്റോൺ ഉണ്ട്. നമുക്ക് സ്റ്റോൺ പിക്കേഴ്സ് കൊണ്ട് എടുത്താൽ നമുക്ക് ഫാസ്റ്റായിട്ട് കിട്ടും. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ മഴൻ്റെ സൗണ്ട് കുറഞ്ഞു. നമുക്ക് ഫുള്ള് എടുക്കാം. നമുക്ക് പോവാം. ഗൈസ് ഹോസ് ഗൈസ് നമുക്ക് കയറാൻ വയ്ക്കില്ല. നമുക്ക് കൺട്രോൾ ചെയ്യാൻ വയ്ക്കില്ലല്ലോ ഗൈസ്. നമുക്കിതൊന്നും ചെയ്യാൻ വയ്ക്കില്ല ഗൈസ്. നമ്മളിത് ഓട്ടോമാറ്റിക്കലി ഇറങ്ങുകയാണ്. ഇതാണ് നമ്മളെ പേര ഗൈസ്. അപ്പോൾ ഗൈസ് ഇവിടെ തേനീച്ചോ ഇവിടെ അവിടെ മറ്റേ ഉണ്ട്. തേനീച്ചക്കൂടെ എന്തോ ഒരു സംഭവം ഉണ്ട് ഇവിടെ. അപ്പോൾ ഗൈസ് നമുക്കിന്ന് കോൾ എടുക്കണം എന്നുണ്ട്. കോൾ എടുക്കണമെങ്കിൽ ഗൈസ് ഈ മഴ മാത്രം പോകണില്ലല്ലോ. മഴ ഇപ്പോൾ 2 ദിവസമായല്ലോ. നമുക്ക് ഈ സാധനങ്ങൾ ഇത് ഫ്രൂട്ട്സിൻ്റെ പെട്ടിയിൽ നമുക്ക് ആപ്പിള്, ബ്രെഡ്, പുതിയത് ബ്രെഡ്, പിന്നെ പൊട്ടാറ്റോ കാര്യങ്ങൾ വെക്കാം. പിന്നെ ഗൈസ് അടുത്തത് നമുക്കിപ്പോൾ ഈ ലൈബ്രറീൻ്റെ എന്താ പറയുക ബുക്ക് സെൽഫ് ഇപ്പോൾ കുറേ അയക്കണു. ഗൈസ് നമുക്കിഞ്ഞ് ഗൈസ് ഒരു കോള് കിട്ടണം എന്നുണ്ട്. പക്ഷെ ആ കോള് മാത്രം നമുക്ക് കിട്ടിയില്ല. കിട്ടും പക്ഷേ സോംബിയും കാര്യങ്ങളാണ്. സോംബിനെ വെച്ച് നേരിടാൻ വലിയ ഇതില്ല. എൻ്റെ കൈ നല്ല പവർഫുൾ ഗൈസ്. വെറുതെ തേനീച്ച കൂടുതൽ ഇവിടെ ഗൈസ്. നമുക്ക് അങ്ങനെ തേൻ കിട്ടാറില്ല. നമ്മുടെ അടുത്ത് റോട്ടോ ഫ്രഷ് ഒന്നുമില്ല ഗൈസ്. നമുക്ക് തൊന്നെങ്കിലും വേണം. ഏയ് ഗൈസ് കത്തിയോടെ 2 കിട്ടി, 3 കിട്ടി, അല്ല 4 കിട്ടി, 5ാമത്തെ കിട്ടി ഗൈസ്. നമുക്ക് തിന്നാനുള്ള സെറ്റായി ഗൈസ്. രാത്രിയാവുണ്ട് ഗൈസ്. നിങ്ങൾക്ക് ഈ തേൻ എങ്ങനെ തരുന്നതെന്ന് അറിയാമെങ്കിൽ ഒന്ന് പറയുന്നുണ്ട്, കമൻറ്റ് പറയുന്നുണ്ട് ഗൈസ്. നമ്മൾ രാത്രി വയ്ക്കണം. പോയി കിടന്നുറങ്ങാം ഗൈസ്. ഇന്ത്യക്കായി മുമ്പ് വില്ലേജറെ ഫസ്റ്റ് വന്ന് കിടന്നുറങ്ങണ്. സ്ലീപ്പിംഗ് ത്രൂ ദിസ് നൈറ്റ്. അപ്പം ഗൈസ് മഴ ഒന്നും മാറിയിട്ടില്ല ഗൈസ്. നല്ല ശക്തമായിട്ടുള്ള മഴയാണ്. നമുക്ക് ഇന്ന് കുറേ ഫ്ലവറും കാര്യങ്ങളും എടുക്കാം. എന്നിട്ട് നമുക്ക് ബോൺ മീൽ ഉണ്ടാക്കാൻ. ഓ ഗായ്സ് തേനീച്ചക്ക് നമുക്കത് തിന്നാൻ കൊടുക്കാം ഗായ്സ്. ഓ വെറുതെ അല്ല ഗായ്സ് ഈ തേനീച്ച ഇവിടെ വന്നിങ്ങനെ ഇരിക്കണേ. നമുക്ക് ഇവർക്ക് തിന്നാൻ കൊടുക്കാം. നമുക്ക് ഇങ്ങനെ കുറേ ഉണ്ടാക്കാം. കുറേ ചെറിയ തേനീച്ച കുട്ടി നമുക്ക് ഇതിനങ്ങനെ വലുതാക്കാം. തേനീച്ചക്കുട്ടി അവിടെ തേനീച്ചക്കുട്ടി അവിടെ തേനീച്ചക്കുട്ടി അവിടെ ഓ ഗൈസ് ഇപ്പോൾ വലിയ തേനീച്ചായി. അപ്പോൾ ഗൈസ് നമുക്കൊന്ന് കോളും കാര്യങ്ങളും കിട്ടുമോ നോക്കാം. നമ്മുടെ അടുത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല. നമുക്ക് കത്തി മാത്രമേ ഉള്ളൂ. കത്തി കൊണ്ട് മാത്രമേ ഡിഫെൻഡ് ചെയ്യാൻ വയ്ക്കുള്ളൂ.
ഗൈസ് നമുക്ക് അടിയിലേക്ക് മെല്ലെ മെല്ലെ പോവാം. ഈ ഒരു ടൈം രാവിലെ ആണെങ്കിലും ഗൈസ് സോംബിയും കാര്യങ്ങളും ഇവിടെ ഉണ്ടാവും. കാരണം മഴ പെയ്തവർക്ക് ഞാൻ ഈ കുറേ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് സോംബികൾക്ക് ഈ വെയിലിൻ്റെ കാര്യങ്ങൾ കൊണ്ടാണ് ആവണത്. നമ്മൾ ഇവിടെ സോംബികൾ വന്നിട്ട് നമ്മൾ ഓരോ അറ്റാക്ക് ചെയ്യുന്നതിന് മുമ്പ് കാണാം ഓരോ സമയത്ത് തീ പിടിച്ചു പോകണം. അപ്പം അതേപോലെ ഇതിപ്പോൾ മഴ പെയ്യാണ്. മഴ പെയ്യുമ്പോൾ ഓരോ പോയി അറ്റാക്ക് ചെയ്യാൻ നിന്നാലും ഓരോക്കൊരു കുഴപ്പമുണ്ടാവില്ല. ജീവൻ പോകല്ലാണ്ട് ഒരു കത്തി പിടിക്കില്ല ഗൈസ്. നമുക്ക് മെല്ലെ മെല്ലെ പോവാം. കോളതവിടെ കോളെടുക്കുന്നതിന് മുമ്പ് ഗൈസ് നമുക്കൊരു സുരക്ഷിത വേണ്ടേ. സോറി കാര്യങ്ങളും ഇവിടെ ഇല്ല വിചാരിക്കുന്നു. ഗൈസ് നമുക്ക് കോൾ എടുക്കാം. ഗൈസ് കോൾ കിട്ടി. ഓ ഗൈസ് ഇവിടെ കുറേ കോളുണ്ട്. നമുക്ക് ഇതൊക്കെ എടുക്കാം. ഗൈസ് നമ്മൾ ഈ കോൾ എടുക്കുമ്പോൾ ഗൈസ് നമുക്ക് കുറേ XP കിട്ടുന്നുണ്ട്. ഓ ഗൈസ് ക്രീപ്പർ അതോ ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞത്. ഇവിടെ എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടാവുന്നു. ഗൈസ് നമുക്ക് കോള് കിട്ടിഞ്ഞ അങ്ങനെ ഗൈസ് നമുക്ക് മേലക്കുക. അടുത്ത ഗൈസ് ക്രീപ്പർ. ഗൈസ് നമുക്ക് മെല്ലെ വേഗം പോവാം. ഗൈസ് മേലെ കയറാൻ വയ്ക്കണില്ല. പാളിപ്പോയി. ഗൈസ് നമുക്കൊരു ഐഡിയ ഉണ്ട്. നമ്മളുടെ ഗ്രാസ് ഉണ്ടല്ലോ, നമുക്ക് ഗ്രാസും കൊണ്ട് മേലേക്ക് കയറിപ്പോ. ഓ ഗൈസ് വെട്ടപ്പെട്ട ടൈമിൽ ഇപ്പോഴാണ് ഒരു മോശയുടെ കൈക്കൊന്ന് പെട്ടത്. ക്രീപ്പറിൻ്റെ വരാൻ വയ്ക്കൂല. അതൊന്നും വരാൻ വയ്ക്കൂലെന്ന് എടുത്ത് അത് കണ്ട് പൊടി ചേർത്തു. വില്ലേജേഴ്സൊക്കെ നോക്കിക്കാലോ. ഏതൊരു പുതിയ വില്ലേജർ 5 എണ്ണം കൊടുത്ത് ഈ ഒരു സാധനം കിട്ടും. അങ്ങനെ കൊണ്ടുപോയി കിട്ടും പറയുന്നുണ്ട്. അങ്ങനെ ഗൈസ് ഫൈനലി നമുക്ക് കോൾ കിട്ടി. അയ്യോ നമ്മളെ പേരാണ്. നമ്മളെ വരെ പോയിങ്ങോണ്ട് കുറച്ച് സാധനങ്ങൾ ചെയ്യാണ്ട് അത് നമ്മളെ പേര വ്യൂ. നമ്മൾക്ക് ലൈഫ് കൂട്ടാൻ ഒന്നില്ല. നമുക്ക് വീട്ടിൽ ഇങ്ങനെ പറഞ്ഞു ചിക്കൻ. ഓ ഗൈസ് നമുക്ക് ഫിദർ എന്തോന്ന് കിട്ടി. നമുക്ക് ടേബിൾ ഇങ്ങോട്ട് മാറ്റി വേണ്ടി തിന്നാളെ വെക്കുക. ഗൈസ് നമുക്ക് ഫിദർ കിട്ടി. ഗൈസ് താഴത്തൊക്കെ എന്തോന്ന് പോകേണ്ടി വലുതായിട്ട്. ഓ ഗൈസ് താഴത്തെന്തോ വലിയൊരു സംഭവമുണ്ട്. നല്ല നോക്കി നോക്കും. എന്തോ റിവറാണ്. ഗൈസ് നമുക്കിപ്പോൾ തൽക്കാലം നമ്മളെ പെരയിൽ പോയിക്കൊണ്ട് കോളെടുത്തേക്കാം. എനിക്ക് ഗൈസ് നമുക്ക് കോളും കൊണ്ട് അയാൾ എന്തെങ്കിലും ഉണ്ടാക്കാൻ വെക്കുമെന്ന് തോന്നുന്നു. ഓ ഗൈസ് നമ്മൾ വളരുന്നുണ്ട്. നമ്മളെ അയണവിടെ അയണതില്ലല്ലേ. അയണവിടെ ഗൈസ്. ഗൈസ് നമ്മൾ അയൺ ഇവിടെ ഉണ്ട്. ഗൈസ് നമുക്ക് അയൺ എടുത്തങ്ങാണ്ട് അയണിൻ്റെ ഒരു കോഡ് അയൺ ഇങ്ങോട്ട് കിട്ടും. അതുകൊണ്ട് നമുക്ക് കറ്റ കാര്യങ്ങളെല്ലാം ഉണ്ടാക്കാൻ നോക്കട്ടെ. നമുക്ക് അയൺ കൊണ്ട് എന്നൊക്കെ ഉണ്ടാക്കാൻ. നമുക്ക് ഈ ഒരു ഫ്ലിൻ്റ് പറഞ്ഞ എന്തോ സംഭവം കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഏരോ ഉണ്ടാക്കാം. പിന്നെ ഗൈസ് ഇവിടെ കുറേ സംഭവം. ഗൈസ് നമുക്ക് ഫേണസ് ഉണ്ടാക്കണം. ഇതൊന്ന് മാറ്റട്ടെ.
നമുക്ക് 2 ഫേണസ് വേണം. 4 കിട്ടെങ്കിൽ നമുക്ക് 2 മതി. ഫേണസ് ഇവിടെ കിട്ടെ 1 2. ഇനി ഇവിടെ 2 ബ്ലാസ്റ്റ് ഫേണസ് എങ്ങനെ ഉണ്ടാക്കുക അറിയില്ല. ബ്ലാസ്റ്റ് അവിടെ ബ്ലാസ്റ്റ് അതാ. ഗായ്സ് സ്മൂത്ത് സ്റ്റോൺ 3 വേണം. ഒരു ഫേണസും 1 2 3 4 5 മറ്റേ അയണിങ് കൊട്ട് വേണം ഗായ്സ്. നമ്മളടുത്ത് അത് 2 ഇല്ല. ഈ അയണും മറ്റേ ഇതും ഇല്ല. നമുക്കിപ്പോൾ വേണമെങ്കിൽ ഇത് വാങ്ങാം 2. അതിൻ്റെ ഗായ്സ് നമുക്ക് മറ്റേ കിട്ടിയിട്ട് മതി. ഗായ്സ് നമ്മൾ ഇങ്ങോട്ടേക്ക് പോകും. ഗായ്സ് അങ്ങനെ നമ്മൾ ഫൈനലി ഇതുണ്ടാക്കി അയണിങ് കട്ട്. ഞാൻ കൊണ്ട് എന്തൊക്കെ വയ്ക്കൂ ഗായ്സ്. 3 ഉണ്ടാക്കാൻ ഗായ്സ്. നമുക്ക് ഷീൽഡ് ഉണ്ടാക്കാൻ വയ്ക്കും. ഒരു ഷീൽഡ് ഉണ്ടാക്കാം. പിന്നെ ഗായ്സ് അയൺ കൊണ്ട് കത്തിയോ അല്ലാണ്ട് വേറെ എന്തെങ്കിലും കിട്ടൂല. ഇപ്പോൾ തൽക്കാലം അയൺ കൊണ്ടുള്ള കത്തി ഉണ്ടാക്കാം. അപ്പോൾ ഇതാണ് ഗായ്സ്. ഗായ്സ് നമുക്കിപ്പോൾ തൽക്കാലം നമുക്കൊരു സ്റ്റാൻഡ് വേണം ഗായ്സ്. നമുക്ക് എന്തെങ്കിലും ഒരു സ്റ്റാൻഡ് വേണം. ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കുക? ഇതിനൊക്കെ ഗായ്സ് ആ കൗവിനെ കൊന്നിട്ടുള്ള സാധനം വേണം. അപ്പോൾ തൽക്കാലം ഒരു സ്റ്റാൻഡ് വേണം. എന്തൊക്കെ പറയുന്നെങ്കിൽ സ്റ്റാൻഡ് കൊടുക്കാം. അതാണ് ഗായ്സ് ഞാൻ പറഞ്ഞത്. പിന്നെ സ്മൂത്ത് സ്റ്റോൺ സ്ലാബ് അറിയുന്നുണ്ട്. നമുക്കത് പോയെടുക്കാൻ വേണം ഗായ്സ്. രാത്രി ആയിക്കോന്ന് തോന്നുന്നു ഗായ്സ്. ഒക്കെ വേഗം പോയെടുക്കുക സ്മൂത്ത് സ്റ്റോൺ. ഞാൻ അവിടെ കണ്ടിരുന്നു ഗായ്സ്. നമ്മുടെ ഹെൽത്ത് പോയി. ഫാസ്റ്റ് സോംബികൾ പറഞ്ഞു. ഇത് പുതിയൊരു സ്ഥലം. പുതിയ സ്ഥലമാണ് ബ്രെഡ് കാണിക്കണോ? മാപ്പിതൊക്കെ നമുക്ക് എടുക്കാം. പേപ്പർ ഗായ്സ്. പേപ്പറൊക്കെ നമുക്ക് വേണം ഗായ്സ്. ഞാൻ ആ കണ്ട സ്ഥലം ഇവിടെ ഇതാണോ? ആ ഗായ്സ് ഇതാണ്. നമുക്കിതെല്ലാം നോക്കാം ഗായ്സ്. ഇതന്നെയാണ് സ്മൂത്ത് സ്റ്റോൺ തോന്നുന്നു. ഗായ്സ് നമുക്ക് സ്മൂത്ത് സ്റ്റോൺ കിട്ടി. നമുക്ക് ഫുഡ് എടുക്കാം. നമ്മളെ ടേബിൾ ഇതാ. സ്ലാബ്. ഗായ്സ് നമുക്ക് ഇത് സ്റ്റാൻഡ് ഉണ്ടാക്കാൻ വെച്ചു 2 ഉണ്ടാക്കാം. അപ്പോൾ ഗായ്സ് ഇത്രയുള്ളൂ വീഡിയോ ഇഷ്ടമായ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഗായ്സ് നമുക്ക് ഇനി സോംബിനെയും കുറേ ക്രീച്ചറിനൊക്കെ ഞാൻ അറ്റാക്ക് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഗായ്സ് അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് വേണ്ട ഗെയിം ഞാൻ കളിക്കുന്നതാണ്. നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മാത്രം മതി. എന്നാൽ ബൈ.